പട്ടാമ്പിയിൽ നടപ്പാക്കുന്ന മാനസമിത്ര സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. വിദ്യാർത്ഥികളിലെ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണമുണ്ടാകുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ മാനസമിത്ര പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത ഉൾപ്പെടെയുള്ള മാനസിക വൈകാരിക പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിനാവശ്യമായ കർമ്മ പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്നും ഇതിലേക്ക് സമഗ്രമായ ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ മാനസമിത്രയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് സമർപ്പിച്ചത്. കുട്ടികളുടെ യുവാക്കളുടെ മാനസികാരോഗ്യ സംരക്ഷണ നമ്മുടെ വിദ്യാർത്ഥികളിൽ നേരിടുന്ന അക്കാദമിക് സമ്മർദ്ദം, ഉത്കണ്ഠ, ലഹരി ഉപയോഗം, സംശയം തുടങ്ങി ഗുരുതരമായ വെല്ലുവിളികളെ ശാസ്ത്രീയമായി നേരിടുന്നതാണ് പദ്ധതിയുടെ ഭാഗം. 2024 പട്ടാമ്പിയിൽ നടന്ന സർക്കിറ്റിൽ പങ്കെടുത്ത യുവാക്കളിൽ 69% മാനസികാരോഗ്യ പരിചരണത്തിന്റെ ആവശ്യകത ഉന്നയിച്ചിട്ടുണ്ടെന്ന് അധ്യാപക ശാക്തീകരണം, രക്ഷിതാക്കളുടെ ബോധവൽക്കരണം, വിദ്യാർത്ഥികളുടെ ശാക്തീകരണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സ്കൂൾ തലത്തിൽ 3 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ കഴിയുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ ആശയ രൂപരേഖ, ഇംഹാൻസ് കോഴിക്കോട് വിശകലനം ചെയ്ത സിലബസ്, 2 ദിവസത്തെ മാനസികാരോഗ്യ ശില്പശാല നടത്തുന്നതിനുള്ള വിശദമായ സിലബസ്, 6 മാസത്തെ മാനസികാരോഗ്യ കോഴ്സ് നടത്തുന്നതിനുള്ള മൊഡ്യൂൾ, യൂത്ത് സമ്മിറ്റിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഗവേഷണ ഡോക്യുമെന്റ്, ഈ കാലയളവിലെ ചിത്രങ്ങളും രേഖകളും ഉൾക്കൊള്ളുന്നതാണ് മാനസമിത്രയുടെ സമ്പൂർണ്ണ ഡോക്യുമെന്റ്. പട്ടാമ്പി മണ്ഡലത്തിൽ 2024 ഒക്ടോബർ 13 ഒരു യൂത്ത് സബ്മിറ്റ് നടത്തുകയും അതിന് വിവിധ വിഷയങ്ങൾ, യൂത്തിന്റെ വിഷയങ്ങൾ എടുക്കുകയും ചെയ്ത സമയത്താണ് വളരെ മുഖ്യമായി മെന്റൽ ഹെൽത്ത് ഒരു ഇഷ്യൂ ആണെന്നും അത് പരിഹരിക്കാം, മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് സിസ്റ്റം വേണമെന്നും യൂത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അന്ന് കണ്ടെത്തിയത്. അതിനുശേഷം അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറയുകയും അന്ന് ഞാൻ സ്കൂൾ കെയറുകളുടെ ജനറൽ കൗൺസിൽ ഉണ്ടായിരുന്നു. 25 നവംബർ 2024 സ്കൂൾ കെയറുകളുടെ ജനറൽ കൗൺസിൽ ഈ ആവശ്യം പറയുകയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കൂ എന്ന് അന്ന് ജനറൽ കൗൺസിൽ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇംഹാൻസ്, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇംഹാൻസുമായി ചേർന്ന് ഒരു സിലബസ് തയ്യാറാക്കുകയും ഇംഹാൻസിലെ ഡയറക്ടർ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം അവസാനമായി അയച്ച ഇതിന്റെ സിലബസാണ് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ലാസ്റ്റായി അയച്ചിട്ടുള്ളത്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ അഡോളസന്റ് പീരീഡിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ചാനൽ പട്ടാമ്പി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,